ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ വീക്കെൻഡ് പ്രൊമോയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതിന്റെ കൂടുതലായിട്ടുള്ള ഒരു ഡീറ്റെയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കോടതിയിൽ നിന്ന് വന്നിട്ട് ഇന്ന് അഞ്ജലി ഒരു പെണ്ണ് കാണലിന് വേണ്ടിയിട്ട് ഒരുങ്ങിയാണ്. ഒട്ടും താല്പര്യമില്ല. അർജുന്റെ കാര്യം മനസ്സിൽ ഇങ്ങനെ വിങ്ങി പൊട്ടി വേദനിച്ച് നിൽക്കുകയാണ് അഞ്ജലി കേട്ടോ. പക്ഷെ അമ്മയുടെയും അച്ഛന്റെയും നിർബന്ധത്തിന് വഴങ്ങി ഒരു പെണ്ണ് കാണൽ ചടങ്ങിലേക്ക് നമ്മുടെ അഞ്ജലി തയ്യാറെടുക്കുകയാണ്. അതിനുള്ള കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തീർന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് മുരളി ഒരു ജീവന് ഭീഷണി നേരിടുന്ന ഒരു അവസ്ഥയിലാണ് കേട്ടോ ഉള്ളത്. കാരണം മുരളി കോടതിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം ചേച്ചീനെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്ത് കാർത്തികിന്റെ കൂട്ടുകാരായ ഗുണ്ടകൾ അവിടെ എത്തുകയും ഈ നമ്മുടെ മുരളിയെ സ്കെച്ച് ചെയ്ത് കൈകാര്യം ചെയ്യാൻ വേണ്ടി പ്ലാൻ ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്താണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ എന്താണെങ്കിലും ഇന്ന് വന്നിരിക്കുന്നത് വീക്കെൻഡ് പ്രൊമോയാണ്. കുറച്ച് അധികം കാര്യങ്ങൾ നിറഞ്ഞൊരു പ്രൊമോ തന്നെയായിരുന്നു. അപ്പോൾ അഡ്വക്കേറ്റ് രാഘവൻ ഉണ്ണി അർജുനെ പറ്റി ഇത്രയും കാലം അർജുൻ മറച്ചു പിടിച്ചു കൊണ്ടു നടന്നിരുന്ന പല രഹസ്യങ്ങളും മനസ്സിലാക്കാനായിട്ട് പോവുകയാണെന്ന് ഇന്നത്തെ പ്രൊമോയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഈ മുരളിയെയും അതുപോലെ മുരളിയുടെ പെങ്ങളെയും ഗുണ്ടകളെല്ലാവരും കൂടി ആക്രമിക്കുന്ന ഒരു സീനുണ്ട്. ഈ കാർത്തികിന്റെ ഗുണ്ടകളും കൂട്ടുകാരും കൂടി. അപ്പൊ ഈ ഒരു സമയത്ത് ഇവരെ രക്ഷിക്കാനായിട്ട് നമ്മുടെ അർജുനാണ് കേട്ടോ അവിടെ എത്തുന്നത്. അപ്പൊ അർജുൻ അവരെ കൈകാര്യം ചെയ്യും, നേരിടും, രക്ഷിക്കുകയോ ചെയ്യും. അപ്പൊ ഈ സംഭവം ഈ രാഘവനുണ്ണിയുടെ ചെവിയിലേക്ക് എത്തുകയാണ് കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞാൽ അർജുനാണ് ഇവരെ രക്ഷിച്ചത് എന്ന് രാഘവനുണ്ണി അറിയുമ്പോൾ പുള്ളി ആകെ ഷോക്കഡായി പോകും. ഇത് നമുക്ക് പ്രൊമോയിൽ കാണാൻ പറ്റി. അപ്പൊ പുള്ളി ഒരു വലിയൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. അതായത് ശംഖുചക്രം തറവാട്ടിൽ, അതായത് ഒരു ഭാഗത്ത് അഡ്വക്കേറ്റ് അഞ്ജലിക്കെതിരെ രാഘവനുണ്ണി തൻ്റെ കുതന്ത്രങ്ങളും ദുഷ്ടത്തരങ്ങളും ഒക്കെ ആയിട്ട് ഈ പത്മ കേസ് വിജയിക്കാൻ വേണ്ടി പോകുമ്പോൾ മറുപക്ഷത്ത് സ്വന്തം മകൻ അഞ്ജലിയെ സഹായിച്ച് നിൽക്കുകയാണ് എന്നുള്ളൊരു സത്യം ഈ രാഘവനുണ്ണി തിരിച്ചറിയുമ്പോൾ അദ്ദേഹം ഒരു ഒരു കർക്കശമായ ഒരു നിലപാടിലേക്ക് നീങ്ങിയാണ്. അദ്ദേഹം പറയാണ് ഒരു കുടക്കീഴിൽ അങ്ങനെ രണ്ടുപേരും നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മിക്കവാറും പുള്ളി പറയുന്നത് അർജുനോട് പറയുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ എന്നൊക്കെ ആയിരിക്കും. അതായത് രാഘവനുണ്ണിയുടെ ചൊൽപ്പടിക്ക് നിൽക്കാനായിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ അർജുന്റെ കാര്യം നോക്കി പോകാം എന്ന രീതിയിൽ വളരെ കർക്കശമായ ഒരു നിലപാടിലേക്ക് രാഘവനുണ്ണി പോവുകയാണ് എന്ന് നമുക്ക് പ്രൊമോയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇത്രയും വലിയൊരു തീരുമാനത്തിലേക്ക് പുള്ളി എത്തുമെന്ന് നമ്മൾ വിചാരിച്ചതല്ല. പക്ഷെ എന്നാണെങ്കിലും ഈ ഒരു കാര്യങ്ങളൊക്കെ രാഘവനുണ്ണി അറിയും. ഇപ്പൊ കുറച്ച് വൈകി എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം അഞ്ജലിയെ സഹായിക്കുന്നതും അതുപോലെ പത്മയെ കൊണ്ട് ഒളിപ്പിക്കുന്നതും എല്ലാം അർജുനാണ് എന്ന സത്യത്തിൽ പുള്ളി കുറച്ച് വൈകിയാണ് അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരുപക്ഷെ ഈ അഞ്ജലിയോടുള്ള ഈ അർജുന്റെ ഇഷ്ടത്തെ പറ്റി പുള്ളി അറിഞ്ഞിട്ടുണ്ടാകാൻ വഴിയില്ല എന്നാട്ടോ എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശംഖുചക്രം തറവാട്ടിൽ വലിയൊരു പൊട്ടിത്തെറിക്ക് തന്നെ അത് കാരണമായി തീരും. ഒരിക്കലും ഇതുപോലെ ഒന്നും ആയിരിക്കുകയല്ല. ഇപ്പം ഈ ഗുണ്ടകളുടെ അടുത്ത് നിന്ന് അവർ രക്ഷിച്ച ഒരു സംഭവം അറിയുമ്പോൾ ഒരുപക്ഷെ രാഘവന് ചിന്തിക്കുന്നത് യാദൃശ്ചികമായി സംഭവിച്ചതാകാം എന്നൊക്കെ ഒരുപക്ഷെ ചിന്തിച്ചേരാം. കാരണം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അർജുൻ പറയുന്നത്. എൻ്റെ മുന്നിൽ കുറച്ചുപേര് ഗുണ്ടകൾ വന്നവർ അടിക്കുന്നുണ്ട്, അപ്പൊ ഞാൻ രക്ഷിച്ചു, ഒരു മനുഷ്യരെ അങ്ങനെ ഉപദ്രവിക്കുന്നുണ്ടപ്പോ ഞാൻ രക്ഷിച്ചതാണ് എന്നായിരിക്കും അർജുൻ പറയാൻ പോകുന്നത്. ഒരു പക്ഷെ ആ ഒരു സംഭവത്തിൽ ഒരു പക്ഷേ രാഘവന് കൺവിൻസ് ആയേക്കാം കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും രാഘവനുണ്ണിക്ക് പതുക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരികയാണ്. അർജുനും അഞ്ജലിയും തമ്മിലുള്ള ഇഷ്ടത്തെ പറ്റി എന്താണെങ്കിലും ഇപ്പം നിലവിൽ അറിഞ്ഞിട്ടില്ല എന്നാട്ടോ എനിക്ക് തോന്നിയത് പ്രൊമോയിൽ നിന്ന്. എന്താണെങ്കിലും പ്രൊമോയിൽ ആദ്യം കാട്ടിയ സീൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു. എന്താണെങ്കിലും രണ്ടാമത് കാട്ടിയ കുറച്ച് സീനുകൾ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് എന്താണ് സംഭവം അത്ര ക്ലിയർ ആവുന്നില്ല. അതായത് നമുക്കറിയാം അഞ്ജലി വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഒരു യുവാവിനെ കുറച്ച് ഗുണ്ടകളെല്ലാം കൂടി അടിക്കുന്നുണ്ട്. അവരെ നേരിടുകയും ആ യുവാവിനെ രക്ഷിക്കാനായിട്ട് നമ്മുടെ അഞ്ജലിക്ക് പറ്റുകയൊക്കെ ചെയ്തു. ഹോസ്പിറ്റലിൽ പറഞ്ഞു ആംബുലൻസ് റെഡിയാക്കി ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിടുകയും ആ യുവാവിന്റെ ജീവൻ രക്ഷിക്കാനൊക്കെ നമ്മുടെ അഞ്ജലിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ
ആ യുവാവ് ആരാണ് എന്നൊരു വ്യക്തത നമുക്ക് ഇപ്പോഴും വന്നിട്ടില്ല കേട്ടോ. അപ്പൊ മിക്കവാറും എന്തോ ഒരു വലിയൊരു സംഭവം ചുമ്മാതൊന്നും അല്ല ആ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് കേട്ടോ. എന്തോ ഒരു വലിയൊരു സംഭവത്തിന് ഒരു വലിയൊരു ക്യാരക്ടറാണ് ആ യുവാവ്. നമ്മുടെ അഞ്ജലിയുടെ ജീവിതമായി എന്തോ ഒരു ബന്ധം ഉറപ്പായിട്ടും ആ സംഭവത്തിനുണ്ട് കേട്ടോ. അതായിരിക്കും അഞ്ജലിയുടെ മുമ്പിൽ തന്നെ വന്ന് ചാടിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും അതുമായി ബന്ധപ്പെട്ട കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പൊ നിയമം സംരക്ഷിക്കേണ്ടവർ തന്നെ അത് ലംഘിക്കുകയാണ് എന്ന രീതിയിൽ പ്രൊമോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ കോറി കേസുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ ഈ ഒരു പുതിയൊരു കേസ് അഞ്ജലിയുടെ കയ്യിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഒരു പക്ഷേ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളാണോ എന്ന സംശയമാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും എന്തോ ഒരു വലിയൊരു ട്വിസ്റ്റ് നടക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അഞ്ജലിയുടെ മുമ്പിലേക്ക് അടുത്തൊരു വലിയൊരു കടമ്പ, വലിയൊരു കേസ് വരാൻ പോവുകയാണ്, വലിയൊരു പ്രതിസന്ധി വരാൻ പോവുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് റിസ്ക് അധികം നിറഞ്ഞ രാഘവനുണ്ണിയൊക്കെ ചെറിയൊരു ഉറുമ്പ്, അതൊക്കെ മേലെയുള്ള എന്തോ വലിയൊരു സംഭവം നമ്മുടെ അഞ്ജലിയുടെ മുമ്പിലേക്ക് വരാൻ പോവുകയാണ് എന്നാട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താണെങ്കിലും അങ്ങനെ കുറച്ച് സീനുകളും നമ്മൾ പ്രൊമോയിൽ കണ്ടു കേട്ടോ. അങ്ങനെയൊക്കെ പോട്ടെ. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോഴും ഒരു വിഷമം എന്ന് പറയുന്നത് അഞ്ജലി അർജുൻ ആരാണ് എന്നും അർജുന്റെ ഇഷ്ടം എത്രത്തോളം ആണ് എന്നും എന്തുകൊണ്ടാണ് അർജുൻ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യേണ്ടി വന്നത് എന്നുള്ള സംഭവം ഇപ്പോഴും അഞ്ജലി അറിഞ്ഞിട്ടില്ല അല്ലെ. അപ്പൊ അത് ഉടനെ അറിയണം എന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതിനൊരു അവസരം ഒരുങ്ങാനായിട്ട് പോവുകയാണ്. അത് അർജുൻ ഒരുക്കണ്ട, അഞ്ജലി ആയിട്ട് തന്നെ അഞ്ജലിയുടെ മുമ്പിലേക്ക് ആ സംഭവം എത്താനായിട്ട് പോവുകയാണെന്ന് പ്രൊമോയിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ കണ്ടിരിക്കുകയാണ് കേട്ടോ. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പന്മയുടെ കേസ്, പന്മയെ ബന്ധപ്പെട്ടോണം എങ്ങനെയാണോ സംഭവം, അഞ്ജലി അമ്പാടിയുടെ വീട്ടിലെത്തുകയാണ്. അപ്പം അമ്പാടി അഞ്ജലിയുടെ മനസ്സിൽ വലിയൊരു എന്താ പറയുക, വലിയൊരു സാറാണ്, വലിയൊരു മുതലാളിയാണ്, വലിയൊരു കമ്പനിയുടെ MD ആണ്. അപ്പോൾ ആ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാള് ഒരു ചെറിയ വീട്ടില് മറ്റേ സഞ്ചിയും തൂക്കി നിൽക്കുന്ന ഒരു സീനാണ് കേട്ടോ. അപ്പം അതായത് ബനിയനൊക്കെ ഇട്ട് ഒരു സഞ്ചിയും തൂക്കി പുള്ളി നിൽക്കുകയാണ് അമ്പാടി. അവിടെ അഞ്ജലി വരുന്നു. അപ്പൊ അഞ്ജലിയെ കാണുമ്പോഴേ പുള്ളിയുടെ കയ്യിൽ നിന്ന് സഞ്ചി താഴേക്ക് വീഴുന്നു. ഇനി ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ എന്തായിരിക്കും അവിടെ നടക്കാൻ പോകാന്ന്. അതായത് ഇത്രയും വലിയ ഒരു MDയുടെ കോലാണ്. അപ്പോൾ എന്താണെങ്കിലും അഞ്ജലിക്ക് മനസ്സിലായി ഇത്രയും കാലം ഈ അമ്പാടി സാറിന് വിളിച്ചുകൊണ്ട് നടന്ന ആള് തന്നോട് പറഞ്ഞതെല്ലാം പച്ച കള്ളമാണെന്നുള്ളൊരു സത്യം അപ്പം അഞ്ജലിക്ക് മനസ്സിലാവും കേട്ടോ. ഒരുപക്ഷെ ആ സമയത്ത് അഞ്ജലി പൊട്ടിത്തെറിക്കുകയും അത് രാജീവ് എന്നെ പറ്റിച്ചു, താനും എന്നെ പറ്റിക്കുകയായിരുന്നു അല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കിടന്ന് അഞ്ജലി പറയും. അങ്ങനെ ആ ഒരു സമയത്ത് ഒരു വഴിയുമില്ലാതെ സത്യങ്ങളെല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാല് അമ്പാടി ആയിരിക്കും തുറന്ന് പറയുക എന്നാട്ടോ എനിക്ക് തോന്നുന്നത്. കാരണം അമ്പാടിക്ക് വേറെ വഴിയില്ല. കാരണം അഞ്ജലിയുടെ മുമ്പിൽ പോയി പെട്ടുപോയി. ദൈവനിശ്ചയം എന്ന് വേണമെങ്കിൽ പറയാം. അർജുൻ പറയാതെ തന്നെ ഈ കാര്യങ്ങളെല്ലാം അഞ്ജലിയോട് അമ്പാടി പറയാനായിട്ട് പോവുകയാണ്. പക്ഷെ നമ്മളെ ആശങ്കപ്പെടുത്തുന്ന വേറൊരു കാര്യം, അപ്പോ അഞ്ജലിയോട് അമ്പാടി കാര്യങ്ങളെല്ലാം തുടർന്ന് പറയും അർജുൻ ഇഷ്ടമാണ്, അങ്ങനെയാണ്. അർജുന് രാഘവനുണ്ണിയുടെ മകനാണോ എന്ന് പറയുമോ എന്നൊരു നമുക്ക് പിടുത്തം കിട്ടുന്നില്ല. ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നിലപാടായിരിക്കും നമ്മുടെ അഞ്ജലി സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത് കേട്ടോ. എന്താണെങ്കിലും കുറച്ചധികം സംഭവങ്ങൾ നിറഞ്ഞൊരു വീക്കിന്റെ പുറമെ തന്നെയായിരുന്നു. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ആയിട്ട് നമ്മൾ നാളെ വരുന്നതായിരിക്കും. നിങ്ങൾ എന്താണെങ്കിലും കാത്തിരിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശിവരാത്രി. ടേക്ക് കെയർ. ബൈ ബൈ.